നമസ്കാരം. രാവിലെയിൽ ഇനി വാർത്തയുടെ സമയമാണ്. തമിഴ്നാട് കരൂരിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള മനുഷ്യരുടെ നിലവിളികൾ ഇപ്പോഴും നമ്മുടെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല. 39 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. പരിക്കേറ്റവർ നിരവധിയാണ്. കാണാതായ കുഞ്ഞുങ്ങൾ അനവധിയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ ഒരു നോക്ക് കാണാനെത്തിയ സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ആ മനുഷ്യർക്കൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം. വാർത്തയിലേക്ക് കടക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കരൂരിൽ മരണം 39ആയി. മരിച്ചവരിൽ 17 സ്ത്രീകളും 13 പുരുഷന്മാരും 9 കുട്ടികളും. ரெண்டுக்குமே 24 வயசு தான் ஆகுது. കല്യാണം. പരിക്കേറ്റ് ചികിത്സയിൽ 100-ലധികം പേർ. വിജയിയെ കാണാനെത്തിയത് വൻ ജനക്കൂട്ടം. അടുത്തേക്കെത്താനുള്ള തിക്കും തിരക്കും ദുരന്ത കാരണമായി. സ്റ്റാലിൻ കരൂരിലെത്തി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. TVK സെക്രട്ടറിക്കെതിരെ കേസ്. ഹൃദയം തകർന്നെന്ന് വിജയ് ചെന്നൈയിലെ വീട്ടിൽ സുരക്ഷ കൂട്ടി പോലീസ്. For decades now, major international terrorist attacks are traced back to that one country. UN's designated lists of terrorists are replete with its nationals. UN-ൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ലോകത്ത് നടന്നിട്ടുള്ള പ്രമുഖ ഭീകരാക്രമണങ്ങളെല്ലാം ഒരു രാജ്യത്ത് നിന്ന് രൂപം കൊണ്ടവയാണെന്ന് ജയശങ്കർ പഹൽഗാം ചൂണ്ടിക്കാട്ടി വിദേശകാര്യമന്ത്രി. ഏഷ്യാകപ്പിൽ ഇന്ന് ആവേശ ഫൈനൽ. ഇന്ത്യ-പാക് ഫൈനൽ ഇന്ന് വൈകിട്ട്. ഏഷ്യാകപ്പിൽ നേർക്കുനേർ ഇന്ത്യയും പാകിസ്ഥാനും ഇതാദ്യം. ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന് ട്രംപ്. ബന്ദിമോചനത്തിന് കരാർ. ഗാസയ്ക്കുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുമെന്നും ട്രംപ്. നാളെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച. വിശദമായി കടക്കുകയാണ്. തമിഴ്നാട് കരൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. തമിഴക വെട്രി കഴകം പ്രസിഡന്റ് വിജയ് കരൂരിൽ നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 39 ആയിരിക്കുന്നു. 38 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെന്നും പരിക്കേറ്റ 51 പേരുടെ നില ഗുരുതരമാണെന്നും ജില്ലാ കളക്ടർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. மொத்தம் 39ல் 38 உடல்கள் ஐடென்டிஃபை பண்ணியிருக்காங்க. ஒரே ஒரு உடல் மட்டும் ஐடென்டிஃபை பண்ண வேண்டியிருக்கு. 38ல் 14 போஸ்ட்மார்ட்டம் முடிச்சுட்டு அந்த உறவினர்கள்ட்ட கொடுத்துருக்கோம். மற்றது நம்ம மருத்துவர்களுக்குள்ள ரொம்ப வேகமாக பண்ணிட்டு இருக்காங்க. ஸோ அதையும் மிக விரைவாக முடிச்சுட்டு ஹேண்ட் ஓவர் பண்ணிடுவோம். 51 பேஷண்ட் இதில் இருக்காங்க. கிரிட்டிக்கல் இதில் ஒருத்தர் தவிர மற்றவங்க எல்லாமே சேஃப். அருகாமையில் இருக்கிற திண்டுக்கல், திருச்சி, சேலம், நாமக்கல் போன்ற மருத்துவர்கள் அந்த மருத்துவமனை டீனோட அந்த டீமே வந்திருக்காங்க. ஸோ அவங்க ஒத்துழைப்பால் தான் மிக விரைவாக பண்ணிட்டு இருக்காங்க. ஸோ உங்களுக்கே தெரியும், இரவு பகலாக அவங்க கன்வின்ஸ் பண்ணிட்டு இருக்காங்க. அவங்களோட எஃபர்ட்ஸ் போட்டுட்டு இருக்காங்க. எவ்வளவு விரைவாக உடல்களை உறவினர்கள்ட்ட கொடுக்க முடியுமோ அதுக்காக கொடுக்கறதுக்கும் ஒரே ஒருத்தர் மட்டும் இன்னும் பண்ண வேண்டியிருக்கு. அதையும் ஐடென்டிஃபை பண்றதுக்கான മുയற்சிകൾ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ കരൂരിലെത്തി അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിച്ചു. വിവരിക്കാനാവാത്ത ദുരന്തമെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. അതേസമയം അപകടത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് തിരികെ പോയ വിജയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനും MG മിഥുനുമാണ് നമുക്കൊപ്പം ആദ്യം വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷിലേക്ക് പോകുന്നു ആദ്യം. അഭിലാഷ്, നമുക്കറിയാം കരൂരിൽ നിന്ന് കണ്ണീർ കാഴ്ചകളും അതിന്റെ വിശദാംശങ്ങളും മാത്രമേ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളൂ. മരണസംഖ്യ ഇതിനോടകം തന്നെ 39 ആയിരിക്കുന്നു. 38 പേരുടെ മൃതദേഹം സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിൽ 50ഓളം പേർ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമെന്ന് പറയുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമോ എന്നുള്ള വലിയ സങ്കടം, വലിയ ആശങ്ക മുന്നിൽ ബാക്കിയാണല്ലേ? ആര്യ, തീർച്ചയായും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ വാർത്തയാണ് ഇന്നലെ മുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്നത്.
ഇന്നലെ രാത്രി ഒരു 8 മണിയോടെയാണ് ഇത്രയും വളരെ ദാരുണമായൊരു സംഭവം തമിഴ്നാട്ടിലെ കരൂരിൽ നടക്കുന്നത്. വിജയുടെ റാലിയിൽ വിജയെ കാണാൻ ഒരു നോക്ക് കാണാനും സംസാരിക്കാനും പറ്റുമെങ്കിൽ ഒരു ഷാൾ അണിയിക്കാനും എത്തിയ 10,000-കണക്കിന് ആളുകൾ അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ 10 കുട്ടികളുണ്ട്, 16 സ്ത്രീകളുണ്ടെന്നുള്ള വളരെ ദുഃഖകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ആര്യ പറഞ്ഞതുപോലെ 51 പേരുടെ നില ഗുരുതരമായി തുടരുന്നതിനാൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം രാവിലെ തന്നെ കരൂരിലെത്തി, ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടു. അതിൽ മരണപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ വീതം, മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ. ഇതിൽ വിജയ് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, തൻ്റെ ഹൃദയം തകർന്നു എന്നുള്ള രീതിയിൽ വിജയ് പ്രതികരിച്ചു. അതുപോലെ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്, ഇന്നലെ കരൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായതെന്നറിയാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ ജഡ്ജി അരുണ ജഗദീശൻ നയിക്കുന്ന ജുഡീഷ്യൽ ടീമായിരിക്കും ഈ വിഷയം അന്വേഷിക്കുക. അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഇതിൽ TVK പ്രസിഡന്റ് വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി ഉണ്ടാകും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകിയത്. ഇതിൽ ഈ വിഷയത്തിൽ TVKക്കെതിരെയാണ് തമിഴ്നാട് പോലീസും രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്നത് വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയാണ് റാലി എന്നുള്ളതായിരുന്നു പോലീസിനെ TVK അധികൃതർ അറിയിച്ചത്. എന്നാൽ TVKയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ റാലി തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ അറിയിപ്പ് കണ്ട ആളുകൾ, ജനങ്ങൾ രാവിലെ 11 മണിക്ക് തന്നെ വിജയിയെ കാണാനായിട്ട് പരിസരത്ത് തടിച്ചുകൂടുകയായിരുന്നു. എന്നാൽ വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. അപ്പോൾ രാവിലെ 11 മണി മുതൽ ഏത് നിമിഷം വേണമെങ്കിലും വിജയ് എത്തുമെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തുനിന്ന ആളുകളാണ് ഒടുവിൽ വിജയ് എത്തിയ സമയത്ത് തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ പലർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല, പല ആളുകൾക്കും ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ദുഃഖകരമായ വിവരങ്ങളാണ് നമുക്ക് ഇന്നലെ രാത്രി മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 10 കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഇതിൽ വിജയ്ക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ TVK പാർട്ടിക്കെതിരെ എന്തൊക്കെ നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിൻ്റെ മുറയ്ക്കാണ് നടപടികൾ ഉണ്ടാവുക. എന്തായാലും കരൂർ സെക്രട്ടറി, TVKയുടെ കരൂർ ജില്ലാ സെക്രട്ടറിയെ ഇപ്പോൾ ആർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുള്ളതെന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസ് TVKക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. മാത്രമല്ല വിജയ് വരുന്ന മീറ്റിങ്ങുകളിൽ, റാലികളിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ തടിച്ചുകൂടുന്നത് കൊണ്ട് തന്നെ സർക്കാർ പ്രത്യേകിച്ചും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിജയുടെ റാലികൾക്ക് വേണ്ടി ഇറക്കിയിരുന്നു. അതിൽ 10,000-ലധികം ആളുകൾ തടിച്ചുകൂടാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്നലത്തെ മീറ്റിങ്ങിലടക്കം വിജയ് പറഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രി രാഷ്ട്രീയം കാണുന്നു, തൻ്റെ റാലികളിൽ കൂടുതൽ ആളുകൾ എത്തുന്നത് തടയാനായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ് തനിക്ക് വേണ്ടി മാത്രം ചുമത്തിയിരിക്കുന്നത്, ഇത് അനീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ 30 റെഗുലേഷൻസിനെയും കീറിക്കളയുന്ന ഒരു സാഹചര്യം, കീറുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അഭിലാഷ്, പുതിയതായി ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വിജയ് എന്ന താരത്തിന് അതായത് ഒരു റാലി നടത്തുമ്പോൾ, ഒരു പൊതുസമ്മേളനം നടത്തുമ്പോഴൊക്കെ എത്രത്തോളം വലിയ ജനക്കൂട്ടം ഉണ്ടാകും, അതിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഈ നിയന്ത്രണങ്ങളൊക്കെ കോടതിയും സർക്കാരുമൊക്കെ ഏർപ്പെടുത്തുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഉത്തരവാദിത്തപരമായി ചിന്തിക്കാൻ കഴിയാതെ പോയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് എങ്ങനെ ഇത്തരത്തിലൊരു റാലിയോ പൊതുസമ്മേളനമോ നടത്താൻ പാടില്ല എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായി ഇന്നലെ TVKയുടെ അവിടുത്തെ റാലി മാറി എന്നതാണ് സാഹചര്യം. വിജയ്ക്ക് സ്വയം ബോധ്യമുള്ള കാര്യമാണ്. വിജയ് എന്ന ഇളയ ദളപതി, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എത്രത്തോളമാണ്, അദ്ദേഹത്തെ കാണാൻ, ഒരു നോക്ക് കാണാൻ എത്രത്തോളം ആളുകൾ അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിലേക്ക് എത്തും സ്വാഭാവികമായും എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനോ, ഉത്തരവാദിത്തപരമായി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനോ അദ്ദേഹത്തിന് കഴിയാതെ പോയി, അല്ലേ?
തീർച്ചയായിട്ടും. അതായത് ഒരു 10,000 പേര് തന്നെ ഒരു റോഡിലാണ്, റാലിയാണ്, ഒരു ഗ്രൗണ്ടിലല്ല. ഇപ്പം ഈ കാണുന്നിടത്തെല്ലാം ആളുകൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. റാലി പോകുന്നിടത്തെല്ലാം വീട്ടിൽ നിന്ന് റോഡ് സൈഡിലുള്ള വീടുകളിലുള്ളവരും കടകളിലുള്ളവരും ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ളവരൊക്കെ റോഡിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്കറിയാം ഒരു റോഡിന് എത്രത്തോളം പരിമിതി ഉണ്ടാവും, അതിന് എത്ര വീതി ഉണ്ടാവും, ഇതിൻ്റെ സൈഡിൽ പോസ്റ്റുകളുണ്ടാവും, സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുണ്ടാകും. ഇത്തരത്തിൽ ഇതിൻ്റെ ഇടയിലെല്ലാം ഇതിനെല്ലാം താണ്ടിക്കൊണ്ട് വിജയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ എത്തുമെന്ന് അറിയാമായിരുന്നിട്ടും അതിനനുസരിച്ചുള്ള ഒരു സമയക്രമം പാലിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി എത്ര മണിക്ക് എത്തുമെന്നുള്ള വിവരം ഈ കാണാനെത്തുന്നവർക്ക് ജനങ്ങൾക്ക് കൃത്യമായി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ 11 മണി മുതൽ വിജയെ കാണാൻ നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ പോലും മാറിയാൽ തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾ ഇടം പിടിക്കുമെന്നും ഒരുപക്ഷെ വിജയെ തൊട്ടടുത്ത് കാണാനുള്ള അവസരം തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള ചിന്ത കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും ആളുകൾ പോയിരുന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇന്നലെ ഈ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്ന സമയത്ത് വിജയ് തന്നെ പറയുന്നുണ്ട്, വിജയ് തന്നെ പലർക്കും വെള്ളം എറിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, അവർക്ക് ആംബുലൻസ് വിളിക്കാൻ പറയുന്നുണ്ട്. അത്തരത്തിൽ വിജയ്ക്ക് തന്നെ അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലായിരുന്നു. അതിന് ഈ ഒരു വിഷയങ്ങൾക്ക് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ പറയുന്നത് തൻ്റെ റാലികൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുന്നു, അതിൽ രാഷ്ട്രീയമുണ്ട്, തൻ്റെ റാലികളെ സർക്കാർ പേടിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളുടെ പേപ്പർ വിജയ് വലിച്ചു കീറിക്കളഞ്ഞത്. എന്തായാലും ഇന്നലെ ഈ 10,000-ഓളം പേരെ കണക്കാക്കിയിട്ടാണ് പോലീസും മേഖലയിൽ പോലീസുകാരെ വിന്യസിച്ചിരുന്നത്. 2,000-ഓളം പോലീസുകാരാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നത്. പക്ഷേ 50,000-ത്തിലധികം പേരെ 2,000 പേർ ചേർന്ന് എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഇത്തരത്തിൽ വിജയുടെ ഒരു റാലി വരുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ, നിരവധി ആൾക്കാർ എത്തും. അത് ഒരുപക്ഷെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുണ്ടാകുമെന്ന് തിരിച്ചറിയേണ്ട സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു വിമർശനം കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനും സൈഡുകളിൽ കയറ് കെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ കൂടി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ വിജയ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, തൻ്റെ ഹൃദയം നീറുകയാണ്, തകർന്നുപോയി, വേദനിക്കുന്നവരുടെ കുടുംബത്തോടൊപ്പം താൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിൽ വിജയ് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ഇന്നലെ രാത്രി 11:15 എന്നാൽ ആ ട്വീറ്റിന് താഴെ വന്ന കമൻറ്റുകൾ ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ഒരു വലിയ അപകടമുണ്ടായിട്ട് താങ്കളെ കാണാൻ എത്തിയ ആളുകളിൽ 39 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അതിൽ താങ്കൾ ഇത് കഴിഞ്ഞ ഉടനെ ഈ റാലിയുടെ സംഭവം ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായതിന് പിന്നാലെ ചെന്നൈയിലേക്ക് പോയ വിജയ് വിമർശിച്ചുകൊണ്ട് അതിൽ കൃത്യമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തരത്തിലുള്ളൊരു ഇതും നിർദ്ദേശങ്ങളും കൊടുക്കാതെ അറ്റ്ലീസ്റ്റ് പാർട്ടി നേതാക്കളെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടാതെ നാടുവിട്ട വിജയെ ഇനി ഈ നാടുവിട്ട വിജയാണോ ഈ തമിഴ്നാടിന് വേണ്ടി നിൽക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അതുപോലെ ഓൺ ഫീൽഡിൽ നിന്ന്, അതായത് കരൂരിലെ ആശുപത്രികളിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരുടെ ബന്ധുക്കളടക്കം വിജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു, ഇനി റാലിയുമായിട്ട് വന്നാൽ ചെരുപ്പൂരി അടിക്കുമെന്നൊക്കെ തരത്തിൽ വളരെ വികാരപരമായിട്ടുള്ള രീതിയിൽ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ അവിടെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികവുമാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് ഈ മരിച്ചു വീണവരെല്ലാം. തൻ്റെ കൺമുന്നിൽ ഇത്ര വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന് നേരത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടേക്ക് ആംബുലൻസ് എത്തിയ സമയം പോലും അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ പോലും ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനത്തിന് ഇടവെക്കുന്നുണ്ട്. ഈ ആംബുലൻസിൽ എന്താ നമ്മളുടെ പാർട്ടിയുടെ കൊടികൾ വെച്ചിരിക്കുന്നത് എന്ന് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം അത് അദ്ദേഹം അത്തരത്തിൽ ചോദിക്കാൻ തന്നെ കാരണം അതിനു മുൻപ് ഇത്തരത്തിൽ നടന്ന പരിപാടിയിൽ, അണ്ണാ DMKയുടെ പരിപാടിയിൽ DMK ഇത്തരത്തിൽ മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തരത്തിൽ ആംബുലൻസ് വിട്ടു എന്നുള്ള ചില വിവാദങ്ങളൊക്കെ നേരത്തെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ അവിടെ ആളുകൾ നിർജ്ജലീകരണം മൂലവും തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീടുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ആംബുലൻസ് കടന്നു വരുന്നത് എന്നുപോലും അദ്ദേഹം ചിന്തിച്ചില്ല. അതിനുശേഷം ആ വലിയ ദുരന്തം കൺമുന്നിൽ കണ്ടിട്ട് പോലും മാധ്യമങ്ങളോട് പോലും ഒരക്ഷരം പ്രതികരിക്കാതെ അദ്ദേഹം പൊടുന്നനെ അവിടെ നിന്ന് സ്ഥലം വിടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാം അവിടേക്ക് കരൂരിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം അവിടെ നിന്ന് ഈ വലിയ ദുരന്തത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട വ്യക്തി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ചെന്നൈയിലേക്ക് പോകുന്നതാണ് കണ്ടത്.
Where? People are blaming that there were no police arrangements. That will investigate and let you know because sufficient policemen were given for this bandobast. Yeah. What is the injury toll and the death toll right now, sir? 39 deaths so far, yeah. Sir, you have seen the kind of crowd gather for Vijay and leaders like that in Tamil Nadu. So how can you isn't it police It is- department and the government should have been involved? No, police has been making all the arrangements. We were providing elaborate bandobast wherever such rallies are being conducted by all political parties. So it's been going on smoothly. So we need to find out how this happened, right? Give us the time to find out. Okay. Yeah. See, the thing is that one thing I come to know is that people have been gathering here from 10 o'clock in the morning. People said 12 o'clock, but they've been gathering from 10 o'clock onwards. So we need to find out what is the time. Do you believe that the actor is also... So normally all the previous places we had about 15,000 to 20,000. So that's what we expected. So this probably around 25,000, 30,000 possible, yes. Yeah. 10,000 people can gather in your road. See, it's a long road, it's a long stretch of road, right? What happens is that people also follow the vehicles and they don't stay there. They've been following the vehicle, right? So that's also an issue, adds to the pressure here. So normal. போதுமான police sufficient கொடுத்துருந்தாங்க 500 பேர் இருந்தாங்க yes, yeah. FIR has been registered, we'll investigate and let you know. Okay, right, okay. Investigation தாங்க தெரியும் அதுக்கப்புறம் ரைட்டா இன்வெஸ்டிகேட் பண்ணி சொல்றேன் பாருங்க. So the crowd clear, not a lathi charge, it was a crowd clearing, just pushing them away, that's all, nothing else. Okay. So let the investigation commence, okay, investigation just started, okay, allow it to function, okay, right. What is that? We'll let you know, we are just investigating, we'll let you know once we have some progress, okay, right. I've told you, we'll tell you once the investigation progresses, okay, right. Thank you. തമിഴ്നാട് DGP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും മാക്സിമം കൂടിപ്പോയാൽ ഒരു 25,000 പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. There were 500 policemen here. SP himself was here. IG was camping in the town. So the sufficient police presence was here already. Sir, how many police officers were deployed? 500 in this area. Sir, but what was the gathering, sir? Because in such... So that we need to find out during investigation, to find out what is the length, breadth, and we have to estimate how much crowd was there, how much crowd came along with the vehicle. All that has to be investigated. Give us the time to investigate. We'll get back to you after the investigation is done. Yeah. How many people have gathered here, sir? See, normally in such kind of places, you get about nearly 10,000 to 15,000 or maximum 20,000. Yeah, that's what we normally get. But here? We don't know. We have to just assess, see how many people were there based on video footage and all that. We'll have to assess and just find out. As far as the investigation is concerned, where is the investigation right now? Like, have you taken anybody into the custody? Because CVK secretary... We have just started the investigation. We'll let you know when we take somebody into custody. Okay, right? Thank you. Yeah. തമിഴ്നാട് DGP ആണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ നേരത്തെ തമിഴ്നാട് പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യമാണ് 10,000 പേർക്ക് പങ്കെടുക്കാനുള്ള അനുമതിയായിരുന്നു നൽകിയിരുന്നത്. കൂടിപ്പോയാൽ ഇത്തരം പരിപാടിക്ക് ഒരു 20,000 പേരെ വരെ പ്രതീക്ഷിക്കാം. അതിനപ്പുറമുള്ള ആളുകൾ ഇത്തരത്തിൽ തടിച്ചു കൂടുമെന്ന് പോലീസിനും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കണക്കുകൾ അനൗദ്യോഗികമാണ്, എന്നാൽ പോലും പറയുന്നത് 1.5 ലക്ഷത്തിലധികം ആളുകൾ അവിടെ തടിച്ചു കൂടി എന്നുള്ളതാണ്. ഇത് ഒരു ലോങ് സ്ട്രെച്ച് റോഡാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ തുടക്കത്തിൽ വിജയുടെ വാഹനം കണ്ട ആളുകൾ പോലും പിന്നീട് വാഹനമെടുത്ത് അദ്ദേഹം പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടമായി എത്തിയത് ആണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൃത്യമായ ഒരു ധാരണ, ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, ഈ മരിച്ച ആളുകളെക്കുറിച്ചൊക്കെ നമുക്ക് പറയുന്നതിനോടൊപ്പം നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ്. 1.5 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞ് അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത, സ്ഥിരീകരിക്കുന്ന വാർത്ത നമുക്ക് മുന്നിലുണ്ട്. അതിനൊപ്പം തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാതായിട്ടുണ്ട് ഈ തിക്കിലും തിരക്കിലും എന്നുള്ളതാണ്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനപ്പുറം ഈ കാണാതായ പല കുട്ടികളെയും ഈ തിരക്കൊക്കെ ഒഴിഞ്ഞതിനു ശേഷം ആ സ്ഥലത്ത് ബോധരഹിതരായി കിടക്കുന്നതും അതിൽ പലരും മരിച്ചു എന്നുള്ള വാർത്തയും ഒക്കെ പിന്നീട് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കാണാതായ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും എന്തെങ്കിലും സ്ഥിരീകരിക്കുന്ന ഒരു കണക്ക് മുന്നിലുണ്ടോ? എന്താണ് അവസ്ഥ?
പ്രിയ, ഇപ്പോൾ DGP പറഞ്ഞതുപോലെ പ്രദേശത്ത് 500-ലധികം പോലീസുകാരെ അടക്കം വിന്യസിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് ഒരുപാട് പേരെ കാണാതായി. അതിൽ കുട്ടികളുണ്ട്. അവർ ഇന്നലത്തെ ഈ വലിയൊരു തിക്കിലും തിരക്കിലും പെട്ട് എങ്ങോട്ടാണെന്നറിയാതെ അതിൽ എത്ര പേർ ആശുപത്രിയിലാണെന്നോ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ഈ കാണാതായിട്ടുള്ള ആരെങ്കിലും ആശുപത്രിയിലുണ്ടോ, അതിൽ ഇപ്പോൾ മരിച്ച ഒരാളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, അതിലാരെങ്കിലും ഉണ്ടോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഇനിയിപ്പോൾ സമയം പുലരുന്നതനുസരിച്ച് മാത്രമേ വിവരങ്ങൾ പുറത്തു വരുള്ളൂ. എന്തായാലും നിരവധി വലിയ രീതിയിലുള്ള ഇപ്പോൾ 39 പേർ മരിച്ചു എന്നതിനൊപ്പം തന്നെ ഒരുപാട് പേർക്ക് പരിക്കേറ്റു. അത് പലരെയും കാണാതായി. അതിൽ കുട്ടികളുണ്ട്. ആര്യ പറഞ്ഞതുപോലെ 1.5 വയസ്സുള്ള പിഞ്ചു കുട്ടിയടക്കം ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇന്നലെ രാത്രി തമിഴ്നാട്ടിലെ കരൂരിൽ വിജയുടെ റാലിക്കിടെ ഉണ്ടായത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല പോലീസ് FIR ഇട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ രാവിലെ ഇന്ന് ആദ്യം പ്രാഥമികമായി അവിടെ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ കാണാതായ ആളുകൾ, ഇതിൽ കൂട്ടം തെറ്റി സ്ഥലം മാറിപ്പോയ ആളുകൾ, ഇതിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവർ, അവരുടെ ബന്ധുക്കളെ കണ്ടെത്തി തിരിച്ച് കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ സുരക്ഷിതമായി കുടുംബത്തിൽ തിരിച്ചേൽപ്പിക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനായി നിരവധി പോലീസുകാർ, 500-ലധികം പോലീസുകാരെ കരൂരിൽ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് അവിടുത്തെ വിഷ്വൽസ് കാണുമ്പോൾ അറിയാം എന്തുമാത്രം ദുഃഖിതരാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമമില്ല. നമ്മൾ വളരെ വേദനയോടെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്തുമാത്രം ഭീകരമായ ഒരു സംഭവമാണ് ഇന്നലെ അവിടെ ഉണ്ടായതെന്ന്. ആ വിഷ്വൽസ് കാണുമ്പോൾ അറിയാം. അതിൽ ആളുകളുടെ ചെരുപ്പുകളും എല്ലാം ചിതറിക്കിടക്കുന്നതും സൈഡിലെ വാഹനങ്ങളടക്കം മറിഞ്ഞു കിടക്കുന്നതടക്കം ആളുകൾ. അതിൽ DGP പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് സാധാരണ റാലികളിൽ വാഹനം നീങ്ങുമ്പോൾ അതിൻ്റെ 2 സൈഡിൽ നിന്ന് കൈ കാണിക്കുന്നതാണ് റാലികളിൽ കാണുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വിജയുടെ വാഹനം പോകുന്നതിനൊപ്പം ആളുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ റാലിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ 10,000 പേർ തടിച്ചു കൂടുന്നെങ്കിൽ ആ റാലി കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് നിന്ന് വരുന്ന വാഹനമാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ആ വാഹനത്തിനൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾ നടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ എണ്ണം കൂടി ഓരോ കിലോമീറ്റർ കഴിയും തോറും ആളുകളുടെ എണ്ണം, വിജയെ കാണാനെത്തുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ 1-2 പേർ മറിഞ്ഞു വീണാൽ തന്നെ പുറകിൽ നിന്ന് വരുന്നവർ വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇതൊരു വലിയ തിക്കിലും തിരക്കിലും പെട്ടൊരു ദുരന്തമായി മാറിയിരിക്കുന്നത്. ഇതിൽ വിജയുടെ ഭാഗത്തു നിന്ന് TVKയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായെന്ന് വേണം നമുക്ക് പ്രാഥമികമായി തന്നെ നമുക്ക് കണക്കാക്കാൻ. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളോ ഒന്നും പാലിച്ചിരുന്നില്ല, സമയക്രമം തീരെ പാലിച്ചിരുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. അതിൽ രാവിലെ 12 മണിക്ക് എത്തുമെന്ന് TVK ഹാൻഡിലുകളിൽ, കരൂരിൽ 12 മണിക്ക് എത്തുമെന്ന് TVK ഹാൻഡിലുകൾ പ്രഖ്യാപിച്ച വിജയ് എത്തിയത് രാത്രി 7:40-നാണെന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ജനങ്ങളെ ഒരു തരത്തിലും മാനിക്കാതെ, അവരുടെ വികാരങ്ങളെ മാനിക്കാതെ, അവർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോലും ഉറപ്പാക്കാതെ ഇത്തരത്തിൽ റാലികൾ നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി, അതിൽ നിന്നുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ കൂടി ഇത്തരത്തിൽ റാലികൾ നടത്തുന്നവർ ഏറ്റെടുക്കേണ്ടി വരും. അവരുടെ തലയിൽ തന്നെയായിരിക്കും ഇത്തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ വരിക. എന്തായാലും അരുണ ജഗദീശൻ നയിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പുറത്തായിരിക്കും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുക. അതിൽ സ്റ്റാലിൻ പറഞ്ഞത് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ നിലവിൽ രാഷ്ട്രീയമായി പ്രതികരിക്കാൻ താനില്ല, പക്ഷേ വരും മണിക്കൂറുകളിൽ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായ നടപടികൾ ഉണ്ടാവും. അതിൽ വിജയിയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നടപടി, അതിൽ പ്രതികരണം എന്നുള്ളതാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനും പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും അടക്കം എല്ലാവരും ഈ വിഷയത്തിൽ, ഈ ദുരന്തത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. അതിൽ പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 51 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇനി ഒരുപക്ഷെ മരണസംഖ്യ ഇനി ഉയർന്നേക്കാമെന്നുള്ളൊരു ആശങ്ക കൂടി നിലവിലുണ്ട്. ആര്യ, തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ 39 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ച സംഭവത്തിൽ നടൻ വിജയുടെ പാർട്ടിയായ TVKക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 വകുപ്പുകൾ ചുമത്തിയാണ് ഈ TVKക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. റാലിയുടെ മുഖ്യ സംഘാടകനായ TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ VP
മതിയഴകനെതിരെയാണ് കേസെടുത്തത്. 4 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം, കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ, മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി, അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയാം. കാരണം അവർ കൃത്യമായി ആ ഒരു നിർദ്ദേശം പാലിച്ചിരുന്നുവെങ്കിൽ ഈ വലിയ ദുരന്തം അവിടെ ഒഴിവാക്കാമായിരുന്നു എന്നതാണ് സാഹചര്യം. സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ മരിച്ചു വീണിട്ടുള്ളത്. ഭൂരിഭാഗവും കരൂരിൽ തന്നെ താമസിക്കുന്ന കരൂർ സ്വദേശികളായിട്ടുള്ള ആളുകളാണ് മരിച്ചു വീണിട്ടുള്ളത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 10 മണി മുതൽ തന്നെ, അത് അവിടുത്തെ തമിഴ്നാട് DGPയും മുമ്പേ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ച കാര്യമാണ്. രാവിലെ 10 മണി മുതൽ തന്നെ ആളുകൾ അവിടെ തടിച്ചു കൂടിയിരുന്നു എന്നുള്ളതാണ്. 12 മണി കഴിഞ്ഞതിന് ശേഷം വിജയ് അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ തന്നെ അവിടേക്ക് ആളുകൾ തടിച്ചു കൂടിയത്. പക്ഷേ അദ്ദേഹം എത്തിയതോ രാത്രി 8 മണിക്ക്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ വികാരങ്ങളെ മാനിക്കാതെ പോയി എന്നതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആകാൻ പാടില്ല എന്നതിന് ഉദാഹരണമാണ് വിജയിൽ നിന്ന് കണ്ടത് എന്നുള്ളതാണ് എതിർചേരിയിലുള്ള എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓർഗനൈസേഷനിൽ ഉണ്ടായ പാളിച്ച, അതിനുശേഷം ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ നേതാവ് ഉത്തരവാദിത്തപരമായി എങ്ങനെ പെരുമാറണം എന്നുള്ളത് വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളടക്കം ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അവരുടെ വികാരങ്ങളെ മാനിക്കാതെ പോയി വിജയ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തിന് പരാജയമായി ഇപ്പോൾ എല്ലാവരും ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ്, അല്ലേ? ആര്യ, സ്വാഭാവികമായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയം, സൂപ്പർ സ്റ്റാറുകളുടെ ഒരു രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒരുപക്ഷേ MGRനും ജയലളിതയ്ക്കും ശേഷം പിന്നീടൊരു കൃത്യമായ രീതിയിൽ ഒരു സിനിമാ താരത്തിന് അവിടെ ഒരു രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് വിജയുടെ ഈ ഒരു TVKയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം, ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാവുകയും ചെയ്തു. ആദ്യം ഒരു വർഷക്കാലത്തോളം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ഭാവിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പല വിമർശനങ്ങളും നാനാഗുണങ്ങളിലുമൊക്കെ ഉയർന്നു നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷേ വിജയും നേരത്തെ കമൽഹാസൻ മക്കൾ നീതി മയ്യം എന്ന പാർട്ടി തുടരുന്നു, പിന്നീട് അത് എങ്ങും എത്താതെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലൂടെ എങ്ങും എത്താതെ ഈ പാർട്ടിയും കളത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ ആദ്യ ഒരു വർഷത്തെ പ്രതീതി അല്ലായിരുന്നു പിന്നുള്ള രണ്ടാമത്തെ വർഷത്തിൽ ഈ താരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. താരം മുന്നിട്ടിറങ്ങി നിന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുന്നു. ഒപ്പം തന്നെ വിജയ് എന്ന സിനിമാ താരത്തിനപ്പുറം ഒരു രാഷ്ട്രീയക്കാരനുണ്ട്, രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരുന്നു പിന്നീട് നമ്മൾ കാണുകയും ചെയ്തത്. അതിനിടയിലാണ്, അതായത് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിലുള്ള ചില സ്വപ്നങ്ങൾ അത് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിപുലമായി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു റാലിയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഈ ഒരു അപ്രതീക്ഷിതമായി തന്നെ ഇതിനിടയിൽ വന്നു ചേരുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കാണിച്ചിട്ടുള്ള നടപടി, പ്രത്യേകിച്ച് നമുക്കറിയാം വിജയ് പോലുള്ള ഒരു സൂപ്പർ താരം ആ സമയത്ത് ആശുപത്രിയിലേക്ക് വന്നില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇത് ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം 2026 ഏപ്രിൽ മെയ്യോടുകൂടിയാണ് തമിഴ്നാടിൻ്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. അത് ഏതെങ്കിലും തരത്തിൽ ഭരണമുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ചില ആശങ്കകളുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു വീണ് കിട്ടിയ അവസരം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തെ വലിയൊരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും മറ്റു പാർട്ടികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും വിജയ് എന്ന സൂപ്പർ താരത്തിന്. സിനിമയിൽ കാണുന്നത് പോലെയുള്ള ആ കട്ടും ആക്ഷനും മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്നുള്ളത് തന്നെയാണ്. പിന്നിൽ നിന്നുള്ള കുത്തുകളൊക്കെ ഉണ്ടാകാം, ഒപ്പം തന്നെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനെയൊക്കെ എങ്ങനെ വിജയ് എന്ന സൂപ്പർ താരം ഈ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അതിനെയൊക്കെ മറികടന്നു പോകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു 2 വർഷത്തോളം അദ്ദേഹം ഉണ്ടാകിയ അല്ലെങ്കിൽ മുന്നിട്ട് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് തരത്തിൽ തമിഴ്നാട് മുഴുവൻ ഒരു യാത്ര വിളംബരം ചെയ്ത് അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് വിജയ് പോലൊരു സൂപ്പർ താരം രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാരനപ്പുറം അദ്ദേഹത്തിൻ്റെ
മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിരവധി പേർ, ആരാധകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി രംഗത്ത് വരികയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായോ, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം മറുവശത്തു നിന്നും സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. എന്തായാലും നിലവിൽ ഹൃദയം തകരുന്നു എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണം മാത്രമാണ് വിജയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രതികരണവും താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചി മദ്യദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വലിയ ദുരന്തമുണ്ടായിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ 2024 ജൂണിലായിരുന്നു നാടിനെ നടുക്കിയ അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ നടുക്കിയിട്ടുള്ള കള്ളക്കുറിച്ചി മദ്യദുരന്തം ഉണ്ടാവുകയും ചെയ്ത് അന്ന് 52 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ DMK സർക്കാരിനെതിരെ വലിയ വിമർശനമൊക്കെ ഉയർന്നു വരികയും പിന്നീട് ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും ഒക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിലെന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാൻ DMK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കത് എല്ലാ കാലത്തോളം അവർ അത്രത്തോളം അവരുടെ രാഷ്ട്രീയ തലത്തിൽ തന്നെ അത് മറികടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയാനും MK സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിക്ക് അത് അറിയുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ അവരെ ഏകോപിപ്പിക്കുകയും ചെയ്തും ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങളെ അത് ഒറ്റ പ്രഖ്യാപനത്തോടു കൂടി തന്നെ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വരും ദിവസങ്ങളിലായിരിക്കാം വിജയ് ഇനി എന്ത് തീരുമാനമാകും എടുക്കുമോ എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇപ്പോൾ ഈ തുടർന്നു കൊണ്ടുപോകുന്ന റാലി, ആ ഒരു യാത്ര, ആ ഒരു പര്യടനം അത് ഒരു പക്ഷേ ഇനി തുടർന്നു കൊണ്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് സ്വാഭാവികമായും ഈ ഒരു പര്യടനത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്യും. അതിൽ ഇനി അതൊരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും വിജയ് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇനി വിജയ് ജനമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ പ്രതികരണം അത് പക്ഷേ മറിയാനുള്ളൊരു സാധ്യതയും ഇല്ലേ മിഥുൻ? കാരണം വലിയ പ്രതിഷേധം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ അവിടെ എത്തിയ ആളുകൾ, അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെല്ലാം വളരെ വികാരഭരിതമായ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നതും പ്രതിഷേധം ഉയർത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു. തങ്ങളെ എപ്പോഴും വിജയെ കാണാനെത്തുന്ന ആളുകൾക്കെല്ലാം പൊതുവെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമയിലെ ദളപതി എങ്ങനെയാണോ സാധാരണക്കാരായ ജനങ്ങളെ ഒറ്റയടിക്ക് രക്ഷിക്കുന്നത്, അതേപോലെ തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, അവരുടെ നേതാവായി കഴിയുമ്പോൾ അവരെ രക്ഷിക്കും എന്നുള്ള ഒരു ബോധ്യം, അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം എപ്പോഴും ഒത്തുവരുന്നതും അവിടെ ഒത്തുചേരുന്നതും. സാധാരണയായി ഈ തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ മറ്റ് പാർട്ടികൾ ഇത്തരത്തിലൊരു പൊതുസമ്മേളനവും റാലിയോ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ എത്തുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ, ഒരു കണക്ക് പോലീസിനടക്കം ഉണ്ടാകാറുണ്ട്, ആ പാർട്ടിക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ TVK സംബന്ധിച്ച് തങ്ങളുടെ നേതാവിനെ കാണാൻ തങ്ങളുടെ പൊതുസമ്മേളനത്തിൽ റാലിയിൽ എത്ര പേർ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും അവർക്ക് ഉണ്ടാകാറില്ല എന്നതാണ്. കാരണം വിജയ് എന്ന് പറയുന്ന നടന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് അതിന് കാരണം വളരെ ഓർഗാനിക്കായിട്ട് ഒത്തുകൂടുന്ന ഒരു മനുഷ്യക്കൂട്ടമാണ്. അവിടെ പാർട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്ന ആളുകൾ മാത്രമല്ല, അതിനപ്പുറം വിജയ് ഒരു നോക്ക് കാണാൻ എത്തുന്ന ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ആളുകൾ ആ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകാതെ പോയതും പോലീസിനും ആ തിരക്ക് നിയന്ത്രിക്കാൻ തക്ക വിധത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കാതെ പോയതും. ഇവിടെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും TVKയുടെ ഭാഗത്തും ഒരേപോലെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം പഴിചാരി ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഈ വിജയ്ക്കെതിരെ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധം അതിൽ കൂടി മുന്നിൽ കാണണം. വിജയുടെ വീടിന് മുന്നിൽ വലിയ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിജയ് ഇനി പുറത്തേക്കിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുകൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. ഒപ്പം വിജയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതിലേക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വിജയുടെ അറസ്റ്റ് ഉണ്ടായാലും വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അതുകൂടി സർക്കാർ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ആര്യ, നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം അടുത്തിടെ ഉണ്ടായിട്ടുള്ള ബംഗളൂരുവിൽ IPL ഫൈനലിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ദുരന്തം, അതിൽ നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണം നടക്കുമുള്ള വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ അത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് ഈ ഒരു സാഹചര്യത്തിലും പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു
മണ്ടത്തരം ഈ DMK സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് വിജയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു കളങ്കം മാറിക്കിട്ടാൻ വളരെ സഹായകമാകും. വിജയ്ക്കൊപ്പം നിൽക്കാൻ നിരവധി പേർ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. യുവാക്കളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റി എന്ന് തന്നെയാണ് TVK വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതൊരു പരിധിവരെ DMK തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളും അത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് DMK സർക്കാർ നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും TVK എതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം നടക്കണം. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ, സ്വാഭാവികമായും അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു സിനിമാ താരമാണ് വരുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച്, സിനിമയെ സംബന്ധിച്ച് അവിടെ എത്രത്തോളം ആളുകൾ അതിനെ സ്നേഹിക്കുന്നുണ്ട്, ഹൃദയം കൊണ്ട് അവർ അതിനെ എത്രത്തോളം വലിയ രീതിയിലാണ് കാണുന്നതെന്നൊക്കെ അവർക്കെല്ലാം കൃത്യമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ വിജയ് പോലുള്ള ഒരു വലിയ താരം ഇത്തരത്തിലൊരു പ്രചരണവുമായി രംഗത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പര്യടനവുമായി വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന കണക്കുകൾ കൊണ്ട് ഒരു തരത്തിലും ആളുകൾ ഇത്രയും എത്തൂ അല്ലെങ്കിൽ ഇത്രയും എത്താൻ പാടുള്ളൂ എന്ന് ഒരിക്കലും നിർദ്ദേശിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അത്തരത്തിൽ സർക്കാർ നൽകി അല്ലെങ്കിൽ പോലീസ് നൽകിയിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് അന്ന് അത് കീറിക്കളയുന്ന അല്ലെങ്കിൽ ആ ഒരു നിബന്ധനകളൊക്കെ വിജയ് തന്നെ പരസ്യമായി കീറിക്കളയുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ അല്പസമയത്തിന് മുമ്പ് DGP തന്നെ വ്യക്തമാക്കി ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് 10,000 മുതൽ അല്ലെങ്കിൽ 20,000 വരെ ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നുള്ളതാണ്. പക്ഷേ ഒരു ചോദ്യം, 20,000 ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി 500 പോലീസ്മാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്രയും പേരെ മതിയോ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ആൾക്കൂട്ടം കൂടിയെത്താനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട്? അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അക്കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സ്വാഭാവികമായും എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എത്താറുണ്ട്. സംസ്ഥാനത്ത് എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് കൃത്യമായി അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായി ആളുകളെ നിയോഗിച്ചില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു വിമർശനം TVKയുടെ ഭാഗത്തുനിന്ന് വരുന്നവരാണ്. പക്ഷേ അത് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി പ്രതിരോധിച്ച് TVKയ്ക്കും ഒപ്പം തന്നെ വിജയ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഇതിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രത്യേകിച്ച് വിജയുടെ ഭാഗത്ത് നിന്ന് ആദ്യ ഒരു വർഷം വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ രണ്ടാം വർഷത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് DMKക്കെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനുമെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഇത്തരത്തിൽ ഉന്നയിച്ചുകൊണ്ട് താരം രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതായത് DMK ഒരു രാഷ്ട്രീയ ശത്രുവായി വിജയ് പ്രഖ്യാപിച്ചത് അതൊരു വലിയ വിഡ്ഢിത്തരമായി പോയി എന്നുള്ളൊരു വിലയിരുത്തൽ ഈ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരേപോലെ രംഗത്തിറങ്ങി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം, ഒരു ഇന്ത്യ സഖ്യമെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു DMKക്കെതിരെ ഇത്രയും വലിയ, അതായത് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു രീതിയിലുള്ളൊരു പ്രഖ്യാപനം വിജയുടെ ഭാഗത്ത് വിജയ് എന്ന തുടക്കക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടിയൊക്കെ നേരത്തെ പുറത്തു വന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2026 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഈറോഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ TVK സ്ഥാനാർത്ഥിയെ നിർത്താതെ 2026 മാത്രം ഫോക്കസ് ചെയ്യാൻ മതി എന്നുള്ള ഒരു നിർദ്ദേശം വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷേ ഒരുപക്ഷെ അതിലൊരു പരാജയം നേരിട്ടാൽ അത് 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോട്ടം ഉണ്ടാകും. അത് TVK സംബന്ധിച്ച് ഒരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് രാഷ്ട്രീയ ഭാവിയെ, വിജയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അത്തരത്തിലൊരു തീരുമാനം വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തോളം കരുതലോടുകൂടി നീങ്ങിയതിനിടയിലാണ്, അല്ലെങ്കിൽ 2026 ഒരുപക്ഷെ ഭരണത്തിലേക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും തന്നെ അത്തരത്തിൽ സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും തന്നെ കൂടുതൽ സീറ്റുകൾ, പ്രത്യേകിച്ച് അണ്ണാ DMKയുടെ ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറേ കാലങ്ങളായി അണ്ണാ DMKയ്ക്ക് അവിടെ വലിയ രീതിയിൽ മുന്നേറാൻ പറ്റാത്തൊരു സാഹചര്യം, ആ സീറ്റുകൾ വിജയിലേക്ക് വരും അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ
ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുന്നു. അത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ, വിജയ് എന്ന സിനിമാ താരത്തിനപ്പുറം ഏത് തരത്തിലായിരിക്കും ഇതിന് തന്ത്രം മെനയുക എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ തന്നെ ടിവികെയും വിജയും ഈ വിഷയത്തെ എങ്ങനെ ഇനി പ്രതിരോധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും വിജയ്ക്ക് ഇതൊരു വലിയ ക്ഷീണം തന്നെ, രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് വലിയ ക്ഷീണം തന്നെ ഉണ്ടാകും. പക്ഷെ അപ്പോഴും മറ്റ് പാർട്ടികൾ ആരും വിജയിയെ ഇപ്പോഴും വില കുറച്ച് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ പേരിൽ വിജയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു പ്രഭാവം ഇല്ലാതായി പോകും, അത് വോട്ടാക്കാനുള്ള ശക്തി ഇല്ലാതായി പോകുമെന്ന് അവരും കരുതുന്നില്ല. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം മിഥുൻ ഇത്തരത്തിൽ കരുതലോടുകൂടിയാണ് ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. വിജയ് കൃത്യമായി ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല, ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന തരത്തിൽ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് അത്രത്തോളം രൂക്ഷമായ വിമർശനമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരാരും വിലയിരുത്തുന്നില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ എത്തി നിൽക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ വിജയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനോ അതിരൂക്ഷമായി വിമർശിക്കാനോ ഒരു പാർട്ടിയും തയ്യാറാകാത്തൊരു സാഹചര്യം കൂടി ഉണ്ടോ അവിടെ? ആര്യ, നിലവിലിപ്പോൾ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിജയ് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. വിജയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്ക് അതിൽ ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുലർച്ചെ തന്നെ ഈ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ ഒക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കരൂരിലെത്തുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലും പിന്നീട് മോർച്ചറിയിലേക്കുമൊക്കെ പോയി അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും തന്നെ വിജയെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇതുവരെയും MK സ്റ്റാലിൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായും എടുത്തു കാണപ്പെടേണ്ടത്. ഇത്തരത്തിൽ ഒരു വിമർശനം MK സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് വിജയ്ക്ക് തന്നെയാണ് എന്ന് കൃത്യമായി MK സ്റ്റാലിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനത്തിലേക്ക് ഈ MK സ്റ്റാലിൻ കടക്കാത്തതെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. അത് DMK സംബന്ധിച്ച ഒരു തുടർഭരണം ഉറപ്പാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഉണ്ട്. ഏതായാലും മറ്റു വെല്ലുവിളികളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ DMKക്ക് മുന്നിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല എങ്കിൽ പോലും തന്നെ ഒരു തുടർഭരണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി DMKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. അത് നിലനിർത്തി പോവുക എന്നുള്ളത് തന്നെയാണ്. അതിനൊരു തരത്തിലും വെല്ലുവിളിയായി മറ്റൊരാൾ കടന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം സ്റ്റാലിന് മുന്നിലുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കൃത്യമായും ഈ ഒരു വിഷയത്തിലും സ്റ്റാലിൻ എടുക്കുന്നത്. സ്വാഭാവികമായും ഈ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ തങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ അതെല്ലാം തന്നെ ചർച്ചാ വിഷയമായി വരികയും ചെയ്യും. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പോകുന്നത് വിജയ് തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ MK സ്റ്റാലിനും ഒപ്പം തന്നെ DMKക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാത്തത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് കേവലം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി താരത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് താരം ആ സമയത്ത് ചെന്നൈയിലേക്ക് ഉടൻ തന്നെ മടങ്ങി എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് അകത്തിടൂ എന്നുള്ള അടക്കമുള്ള വലിയ വ്യാപകമായ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായും ചോദിക്കേണ്ട ഒരു കാര്യം, ഇത്രയും അധികം ആളുകൾ വന്നത് എന്തിനാണ്? അല്ലെങ്കിൽ വിജയ് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അത് അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ? അല്ലെങ്കിൽ വിജയ് എന്ന ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു സിനിമാ താരത്തെ കാണാൻ വേണ്ടിയാണ് ഇത്ര ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ചെയ്തത്? സ്വാഭാവികമായും ഇങ്ങനെ വിജയ് ഈ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് വന്നാൽ ഇതേ ജനം അവിടെയും തടിച്ചുകൂടും, വലിയ ദുരന്തം അവിടെയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വലിയ വൈകാരികമായി ആളുകൾ വിജയ്ക്ക് അടുക്കലേക്ക് വരികയും ചെയ്യും. അത് നിയന്ത്രിക്കാൻ അവിടെ ഉണ്ടാകുന്ന പോലീസുകാർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലുള്ള വീണ്ടും വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താരം അവിടെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുച്ചിറപ്പള്ളിയിൽ ആരംഭിച്ച ആദ്യ പര്യടനം മുതൽ തന്നെ പ്രവർത്തകർ വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കുന്നു. അനിയന്ത്രിതമായ തിരക്കുണ്ടാവുന്നതൊക്കെ വിജയ്ക്കും പാർട്ടിക്കും ബോധ്യമുള്ളതാണ്. അതേസമയം തന്നെ സർക്കാരിനും പോലീസിനും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 20,000-ന് അടുത്ത ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് DGP തന്നെ പറയുമ്പോൾ 500 പോലീസുകാർ മാത്രം മതിയായിരുന്നു ആ തിരക്ക് നിയന്ത്രിക്കാൻ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. തന്നെ കാണാൻ ഇത്രത്തോളം ആളുകൾ അവിടെ എത്തും, അതുകൊണ്ടാണ് സ്വാഭാവികമായും സർക്കാരും കോടതിയും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നത് വിജയ് എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി, ആ നിയന്ത്രണങ്ങൾ എന്തുകൊണ്ട് പാലിക്കാതെ പോയി, ചട്ടങ്ങൾ പാലിക്കാതെ പോയി എന്നുള്ളതിന് ഉത്തരം
വിജയും TVKയും നൽകണം. അതേസമയം തന്നെ DMKയും ഭരണകക്ഷിയായ സർക്കാരും ഇതിന് ഉത്തരം നൽകിയേ മതിയാവൂ എന്നതാണ് സാഹചര്യം. എന്തായാലും 39 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇന്നൊരു സൂപ്പർ സൺഡേ ആണല്ലേ. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യ കപ്പിൽ പാകിസ്ഥാനും ഇന്ത്യയും നേർക്കുനേർ വരുന്ന അത്യാവേശം നിറഞ്ഞൊരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നൊരു ദിവസം കൂടിയാണ്. അതിൻ്റെ ആവേശത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് കരൂരിലെ ഈ വലിയ ദുരന്തത്തിൻ്റെ വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തിയതും. എന്തായാലും ഇനി രാവിലെയിൽ ഇനിയൊരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏഷ്യ കപ്പ് ഫൈനൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ നേർക്കുനേർ വരുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ഇടവേളയ്ക്ക് ശേഷം ചേരും. നമസ്കാരം. ഏഷ്യ കപ്പിൽ ഇന്ന് ആ ക്ലാസിക് ഫൈനലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയതെങ്കിൽ ഇന്ത്യക്കെതിരായ 2 മത്സരങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അഭിഷേക് ശർമ്മയും അദ്ദേഹത്തിന്റെ ഫോമും കുൽദീപ് യാദവിന്റെ ബോളിംഗ് മികവും ഇന്ത്യയുടെ പ്രധാന കരുത്താകുമ്പോൾ സൂപ്പർ 4ലെ അവസാന മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും പരുക്കേറ്റത് നേരിയ ആശങ്കയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വിവരം. ചേസ് ചെയ്യുന്ന ടീമിന് കൂടുതൽ സാധ്യതയുണ്ട് ദുബായിൽ എന്നുള്ളതുകൊണ്ട് ടോസ് നിർണായകമാകാൻ സാധ്യതയുമുണ്ട്. രാത്രി 8 മണിക്കാണ് മത്സരം. MG മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അങ്ങനെ ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിലേക്ക് നമ്മൾ എത്തുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ഫോം, കുൽദീപ് യാദവിന്റെ ബോളിംഗ് പ്രകടനം, അതിനുമൊക്കെ അപ്പുറത്തേക്ക് ചില ആശങ്കകൾ കൂടി ഇല്ലേ ഇന്ത്യക്ക്? തീർച്ചയായും എൽദോ, എവരും കാത്തിരുന്ന ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഇന്ന് രാത്രി 8 മണിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായാണ് ഏഷ്യ കപ്പിൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരുന്നത് എന്ന പ്രത്യേകത ഉണ്ട്. അതിനിടയിലൊക്കെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്, വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഏഷ്യ കപ്പിന് എന്നുള്ളതാണ്. അതിൽ ഹസ്തദാന വിവാദം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ പഹൽഗാൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ക്രിക്കറ്റിലേക്ക് വരുന്നു. ഒരു സ്പോർട്സിൽ ഇത്തരത്തിലൊരു ഈ വിവാദ വിഷയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചകൾ കൂടി നമ്മൾ ഈ സമീപകാലത്ത് കണ്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊക്കെ ഇന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹാരിസ് റൌഫിൻ്റെയും ഒപ്പം തന്നെ സാഹിബ് സാദ ഫർഹാൻ്റെയും ഒക്കെ ഒരു നടപടി നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിൽ BCCI ICCക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തു. അതിലൊക്കെ ഒരു നടപടികളിലേക്കൊക്കെ പോകാനിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ളൊരു വലിയ ടൂർണമെന്റിന്റെ കലാശപ്പോരിന് വേദിയാകാൻ പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് നേരത്തെ എൽദോ സൂചിപ്പിച്ചപ്പോൾ തന്നെ ടോസ് ഒരു വളരെ നിർണായകമാകും. ദുബായിലെ പിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ചേസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടുന്ന പിച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ ടോസ് വളരെ നിർണായകമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അപരാജിതരായി തന്നെയാണ് അവർ ഫൈനലിലേക്ക് കലാശപ്പോരിന് യോഗ്യത നേടുകയും ചെയ്തത് എന്നുള്ളതാണ്. ഒരു ടീമിന് പോലും വലിയ വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ 4ലെ അവസാന മത്സരമായ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ മാത്രമാണ് ഒരു ചെറിയ വെല്ലുവിളി, ചെറിയെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ശ്രീലങ്കൻ ടീം ഉയർത്തിയത് എന്നൊഴിച്ചത് നിർത്തിയാൽ മറ്റു മത്സരങ്ങളെല്ലാം തന്നെ ഒരു ഈസി വാക്കോർ എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തത്. പാകിസ്ഥാനെതിരെ 2 മത്സരങ്ങൾ കളിച്ചു. ആ 2 മത്സരങ്ങളിലും വലിയ മേൽക്കൈ നേടിക്കൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ ഒരു തരത്തിലും വെല്ലുവിളി ഉയർത്താതെ തന്നെ പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് വിജയം കൈവരിക്കാൻ സാധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ അഭിഷേക് ശർമ്മയുടെ ഒരു ഫോം, സ്ഥിരതയാർന്ന ഒരു പ്രകടനം താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായിട്ടുള്ള 2 മത്സരങ്ങളിൽ 105 റൺസാണ് താരം അടിച്ചുകൂട്ടുകയും ചെയ്തു. ഓപ്പണിംഗിൽ തന്നെ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ശുഭാൻ ഗില്ലിന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു പിന്തുണ താരത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീട് വരുമ്പോൾ മധ്യനിരയിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസന്റെ ഒരു പ്രകടനം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് നൽകിയ സംഭാവന, അതിനു മുമ്പിലത്തെ മത്സരങ്ങളിലും ഒക്കെ താരത്തെ തഴയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ടുള്ള പ്രചരണം
സഞ്ജുവിനെ തഴയുന്നു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ നടക്കുകയും ചെയ്തു. എന്തായാലും കലാശപ്പോരിൽ സഞ്ജു ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യ 11-ൽ സഞ്ജു ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബോളിംഗ് നിരയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബോളിംഗ് നിരയാണ്, കുൽദീപ് യാദവ് നയിക്കുന്ന സ്പിൻ നിര. ഇവയൊക്കെ മറികടന്നുകൊണ്ട് പാകിസ്ഥാന് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ വിരളമായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ടീം ഇന്ത്യ വിജയിച്ച് കപ്പിൽ ഒരിക്കൽ കൂടി മുത്തമിടുമെന്നുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ മുന്നോട്ട് പോകുന്നത്. അതാണ്, പ്രതീക്ഷയിലാണ് ആരാധകർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പി രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, BCCI മാച്ച് റഫറി. ശ്രീ രംഗനാഥൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മത്സരത്തിൻ്റെ ഒരു ആവേശം അതിലേക്ക് നമ്മൾ എത്തി പൂർണ്ണമായിട്ടും. എനിക്കൊന്നും ആദ്യ ദിവസങ്ങളൊന്നും, ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലൊന്നും അത്രമാത്രം നിറഞ്ഞ ഗാലറി ഒന്നും ആയിരുന്നില്ല. അതൊക്കെ മാറി ഇന്ന് ഫൈനലിൽ ഒരു പാക്ഡ് സ്റ്റേഡിയം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ടീമിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇന്ത്യക്ക്? ഒരിക്കലുമില്ല. ടീം ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഒരു കാരണവശാലും ടീം ഇന്ത്യൻ മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലായിട്ട് മാറില്ല. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യമില്ല. കാരണം തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന ഒരു ഇന്ത്യൻ ടീം, ആ ടീമിനെ ഒരു ഫൈനലിലേക്ക് ഒരു ടീം മാറ്റം വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സൂപ്പർ സൺഡേ, അതും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിട്ട് മാറുന്നു. ആ മാറുന്ന മത്സരം ഒരിക്കലും ടീം ഇന്ത്യ ഒരു ടീം മാറ്റത്തിൽ ആവശ്യപ്പെടില്ല. ഓക്കെ, ഈ ടീം കോമ്പിനേഷൻ്റെ കാര്യം ചോദിക്കട്ടെ. ഈ പാകിസ്ഥാൻ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട കരുത്ത് അവരുടെ ബോളിംഗ് നിരയാണ്. ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ് നയിക്കുന്ന പേസർമാരാണ് അതിൽ പ്രധാനം. ഇന്ത്യ ആവട്ടെ നേരെ തിരിച്ച് സ്പിന്നർമാരെ ആശ്രയിക്കുന്നു. ദുബായിൽ സ്പിന്നർമാരെ ആശ്രയിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ മാത്രം, ജസ്പ്രീത് ബുംറയോ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ അർഷദീപോ ഒക്കെ മാത്രമായി ഒരു ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിൽക്കുക എന്നുള്ളതാണോ? പ്രത്യേകിച്ചും ദുബായിൽ ഈ ചേസിങ്ങിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ടോസും കുറപ്പിക്കാൻ കഴിയില്ലല്ലോ. അല്ല എൽഡോസ്, ഇതിൽ വരുന്നൊരു കാര്യം, നമ്മൾ ഈ T20 മത്സരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ദുബായിൽ ഒരു കൂറ്റൻ സ്കോർ ഇതുവരെ വന്നിട്ടില്ല, പ്രത്യേകിച്ച് T20 ഫോർമാറ്റിൽ. അത് മാത്രമല്ല, ബൗളർമാർക്ക്, ഫാസ്റ്റ് ബൗളർമാരായാലും സ്പിന്നർമാരായാലും അവിടെ ഒരു സ്ലോ വിക്കറ്റാണ്. അവിടെ ബാറ്റിങ്ങിന് കുറച്ച് ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ പല മത്സരങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് അതിനൊരു വെറൈറ്റി ഉണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബുംറ മാത്രമല്ല, ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ ആയാലും ശിവൻ ദുബെ ആയാലും, ശിവൻ ദുബെയൊക്കെ 2 വിക്കറ്റ് എടുത്ത ഒരു ബോളറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെറൈറ്റി, കൂടാതെ സ്പിന്നേഴ്സ് ആയാലും അക്സർ പട്ടേൽ, കൂടാതെ കുൽദീപ് യാദവ്, ഇങ്ങനെയുള്ള വെറൈറ്റി ഉള്ള ഒരു ബോളിംഗ് അറ്റാക്കാണ് ഇന്ത്യയുടേത്. മറുവശത്ത് പാകിസ്ഥാന്റെ അങ്ങനെയല്ല. ഇപ്പൊ ഷാഹിൻ അഫ്രീദിനെ മാത്രം അല്ലെങ്കിൽ റൌഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ബോളിംഗ് അറ്റാക്ക്. അപ്പൊ ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് ടോസ് വളരെ നിർണായകം തന്നെയാണ്. പക്ഷേ ഏത് ടീം ബാറ്റ് ചെയ്യുകയാണെങ്കിലും പവർ പ്ലേ വളരെ നിർണായകമാണ്. ആ പവർ പ്ലേയിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ടീമിനായിരിക്കും മുൻതൂക്കം വരിക. പ്രത്യേകിച്ച് രണ്ടാമത് ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഒരു 180 സ്കോർ ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ റണ്ണ് വന്നെങ്കിൽ മാത്രമേ ആ ടീമിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ റൺ ചേസും ആ ഘട്ടത്തിൽ ബൗളർമാരെ അനുകൂലിച്ചായിരിക്കും ഇരിക്കുക. അപ്പൊ ഇവിടെ എല്ലാം വരുന്നത് ഫൈനൽ എന്നുള്ള സമ്മർദ്ദം, അത് ഇരു ടീമുകൾക്കും തുല്യമായിട്ട് തന്നെയാണ് ഉണ്ടത്. പക്ഷെ ടീം ഇന്ത്യയുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ധാരാളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീമിന്. അതുകൊണ്ടൊരു വെറൈറ്റി. അപ്പൊ ഏത് ബാറ്ററിനെ ഏത് ഓർഡറിൽ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ആ ടൈലൻഡേഴ്സ് വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ടീം. അതുകൊണ്ട് ടീം ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ബോളിങ്ങിന്റെ കാര്യത്തിലും ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, കരുത്തരായിട്ടുള്ള ഒരു പെർഫോമൻസും അവർ പുറത്തെടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ ബാറ്റർമാർ അതൊരു വലിയ ഡെപ്ത് ഉണ്ട്. ഇന്ത്യക്ക് വാലറ്റത്ത് വരെ, ഇപ്പോൾ അക്സർ പട്ടേലോ ദുബെയൊക്കെ വരെ നീളുന്നു ആ ബാറ്റിങ്ങിൻ്റെ ഒരു ലെങ്ത്. നമുക്ക് അക്സറിനെ അറിയാം, അക്സറിൻ്റെ പൊസിഷൻ ഇതൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ടൂർണമെൻറ്റിൽ. പക്ഷേ ഇത്തവണ അത് നേരെ വാലറ്റത്തേക്ക് വന്നു. അക്സർ ഏറ്റവും ടോപ്പ് ഓർഡറിൽ വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാറ്ററാണ്. അപ്പോൾ അത്രമാത്രം കരുത്തുണ്ട്, ശരി തന്നെ. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് കൺസേൺസ് ചിലതില്ലേ? പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞാൽ 2020 ഒരു ഇടിവെട്ട് ബാറ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം ഈ ഏഷ്യ കപ്പിൽ അത്രമാത്രം നല്ലതല്ല, അത്രമാത്രം ഗംഭീരമായിട്ട് രീതിയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല സൂര്യകുമാറിന് ഇതുവരെ. ഇനി തിലക് വർമ്മ പാകിസ്ഥാനെതിരെ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ മികച്ച ഫോം പ്രകടമാക്കി. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും നൽകുന്ന തുടക്കം മാറ്റി നിർത്തി കഴിഞ്ഞാൽ
ഒരു 20-30 റൺസിൽ മാത്രം ഒതുങ്ങുന്ന ടോപ്പ് ഓർഡറിലേക്ക് മാറിയില്ലേ ഈ കഴിഞ്ഞ മത്സരം നോക്കിയാൽ? മറുവശത്ത് പാകിസ്ഥാൻ അല്പം കൂടി ബെറ്ററായി വരുന്നു എന്നൊരു സംശയം. ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പാകിസ്ഥാൻ സൂപ്പർ 4ലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ച് ലങ്കയ്ക്കെതിരായും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള മത്സരങ്ങളിൽ പാകിസ്ഥാൻ വളരെ മനോഹരമായിട്ട് അവരുടെ ഒരു സ്പിരിറ്റ് പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഇന്ത്യയുടെ ഒരു ബാറ്റിങ്ങിന്റെ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സൂര്യകുമാർ യാദവ് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ വളരെ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അപ്പൊ സമ്മർദ്ദത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് സൂര്യകുമാർ. ഇതുവരെ ബാറ്റർമാർക്ക് ഒരു സമ്മർദ്ദം ഒരു മത്സരത്തിലും ഇതുവരെ ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം പാകിസ്ഥാനെതിരെ ആയിരുന്നു ഏറ്റവും കൂടുതൽ സമ്മർദ്ദം. അത് അഭിഷേക് ശർമ്മനെ പോലെയുള്ള ബാറ്റർമാർ വളരെ അനായാസം ഇന്ത്യക്ക് വിജയം നേടുന്ന ഒരു ശൈലിയിലോട്ട് പോകുന്നു. അപ്പൊ സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ഇതുവരെ ഇന്ത്യ കളിച്ചത്. പക്ഷെ ഇന്നത്തെ ഒരു ഫൈനലിൽ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഏത് ബാറ്ററിനെയും ഏത് ഘട്ടത്തിലും പ്രൊമോട്ട് ചെയ്യാൻ. ഇപ്പോ സഞ്ജുവിന്റെ കാര്യം പറഞ്ഞു, സഞ്ജു നമ്പർ 5 നമ്പർ 6 ആയിട്ട് വരുന്നു. ഒരു ഘട്ടത്തിൽ തുടക്കത്തിലെ 1-2 വിക്കറ്റ് വീഴുകയാണെങ്കിൽ ഗൗതം ഗംഭീർ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 4ഓ 3ഓ ഒക്കെ ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ വരുന്നത് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ. ഇതൊക്കെ നോക്കിയാണ് ടീം ഇന്ത്യയുടെ ബാറ്റർമാരെ പ്രൊമോട്ട് ചെയ്യുന്നതും താഴത്തോട്ട് ഇറക്കുന്നതും. അതുകൊണ്ട് ഒരു സൂര്യകുമാർ യാദവിന്റെ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സമ്മർദ്ദമുണ്ടെങ്കിൽ സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റൻ നായകൻ അദ്ദേഹം പെർഫോം ചെയ്യും. സമ്മർദ്ദമാണ് അപ്പോൾ അവിടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് തോന്നുന്നു. എന്നാലും ശ്രീ രംഗനാഥൻ, ഈ ചെറിയ ചെറിയ ഇഞ്ചുറി കൺസേൺ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു അഭിഷേകും അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയും കയറി. ഹാർദിക് പാണ്ഡ്യ ഒരു അനിവാര്യമായിട്ടുള്ള ഫാക്ടറാണ്, പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ മത്സരമുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു വീറും വാശിയും വേറെ ലെവലിലേക്ക് ഹാർദിക് മാറുന്നത് കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഹാർദിക് ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. പക്ഷെ ഉണ്ടാകില്ല എന്ന് കരുതാം. നേരിയ ക്രാമ്പ് എന്നാണ് മോണെ മോർക്കൽ സൂചിപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ടോസ് അത് നിർണായകമാണോ ദുബായിൽ? കാരണം ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ്, ഒരു ലോ സ്കോറിംഗ് ഗെയിംസ് ആയിരുന്നു പലതും ദുബായിൽ. പക്ഷേ കഴിഞ്ഞ മത്സരം നോക്കൂ, ഇന്ത്യ ശ്രീലങ്ക, അവിടെ 202 റൺസ് രണ്ട് ടീം നേടി. അതായത് 404 റൺസ് ആ ഇന്നിങ്സിൽ വന്നു ദുബായിലെ സ്റ്റേഡിയത്തിൽ. അപ്പോൾ ബാറ്റിങ്ങിലേക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ട് അവിടുത്തെ സാഹചര്യം, അവിടുത്തെ പുതിയ ട്രാക്കുകളാണെന്ന് സംശയമുണ്ട്. എന്താണെങ്കിലും അത് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ടോസ് നിർണായകമാണോ ഈ പറയുന്നത് പോലെ? വളരെ വ്യക്തമാണ്. ഇവിടെയാണ് ടോസ് നിർണായകമാണെങ്കിലും ഏത് ടീമാണോ ആദ്യം ബാറ്റ് ചെയ്യുന്നത് അവർ 180 ഒക്കെ സ്കോർ വരികയാണെങ്കിൽ രണ്ടാമത് ചേസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, രണ്ടാമത് ചേസ് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ പവർ പ്ലേ, അതിപ്പോ ഉദാഹരണത്തിന് ഇന്ത്യയാണ് ചേസ് ചെയ്യുന്നതെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെയും അഭിഷേക് ശർമ്മയുടെയും ആ ഒരു എക്സ്പ്ലോസീവ് തുടക്കം അത് അനിവാര്യമായിരിക്കും. അപ്പൊ അതുപോലെയുള്ള ഒരു തുടക്കം കിട്ടുകയാണെങ്കിൽ 180 എന്നുള്ള സ്കോർ മറികടക്കാൻ സാധിക്കും. അതല്ലാതെ ചേസ് ചെയ്യുമ്പോൾ തുടക്കത്തിലെ തന്നെ 1-2 വിക്കറ്റ് വീഴുകയാണെങ്കിൽ ചേസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ക്രിക്കറ്റിന്റെ ആ മനോഹാരിത വരുന്നത് നമ്മൾ ആ പവർ പ്ലേയിലാണ്. ആ പവർ പ്ലേയിൽ ഒരു ടീമിന്റെ വിജയവും അല്ലെങ്കിൽ പരാജയവും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും ആ ടീം ടോട്ടൽ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ടോട്ടൽ പടുത്തുയർത്തണമെങ്കിൽ നല്ല പവർ പ്ലേയിൽ നല്ലൊരു തുടക്കം വേണം. ഒരു പവർ പ്ലേയിൽ നന്നായിട്ട് ചേസ് ചെയ്യണമെങ്കിൽ പവർ പ്ലേയിൽ തന്നെ നല്ലൊരു തുടക്കവും അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഈ T20 ഫോർമാറ്റിൽ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ നല്ലൊരു ഫൈനൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നത്തെ മത്സരം, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, ഇന്ത്യ കരുത്തോടുകൂടി, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. പരിക്കല്ല, ടീം ഇന്ത്യ മൊത്തം, അതായത് ഈ 140 കോടി ജനങ്ങളും ഇന്ത്യൻ ടീമിന് പുറകിലുണ്ട്. അതുകൊണ്ട് ആ കരുത്തോടുകൂടി, ആ എനർജിയോടുകൂടി എല്ലാ താരവും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. റൈറ്റ്. ഞാൻ ഒരു കാര്യം, അതായത് ഇത്രയേ ഉള്ളൂ, T20 റെക്കോർഡ്സ് ഇൻ ദുബായിലെ T20 റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞാൽ 103 മത്സരങ്ങളാണ് നടന്നത്. അതിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചത് 50 തവണയും ചേസ് ചെയ്ത ടീം 52 തവണയും. 2 മത്സരങ്ങളുടെ വ്യത്യാസമാണ്. ഒരു മത്സരം ടൈ ആയി. ഇനി ലോകത്തെ ഏറ്റവും മികച്ച 8 ടോപ്പ് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയത് 42 മത്സരങ്ങളിലാണ്. അതിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ജയിച്ചത് 17 തവണയും രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം, അതായത് ചേസ് ചെയ്ത ടീം ജയിച്ചത് 24 തവണയും. നമ്മളിപ്പോൾ പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രീ രംഗനാഥൻ, ഈ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിലേക്ക് കൂടി വരട്ടെ. ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ സ്ട്രൈക്ക് ബോളറാണ്. ലോകത്ത് ഇത്രയും നല്ലൊരു പേസ് ബോളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ജസ്പ്രീത് ബുംറയ്ക്ക് ഇപ്പോൾ ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫും കണ്ടെത്തുന്ന ഒരു സ്പാർക്ക് ഈ ഏഷ്യ കപ്പിനിടയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. അല്ല, അത് സ്വാഭാവികമാണ്. കാരണം ബുംറയുടെ ബോളിംഗ് വെറൈറ്റി അതിപ്പോ എല്ലാവരും ബാറ്റർമാരൊക്കെ ഒരുപോലെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് പവർ പ്ലേയിൽ എങ്ങനെയാണ് ആദ്യത്തെ അദ്ദേഹം എറിയുന്ന 2 ഓവർ അത് റണ്ണ് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ബുംറയ്ക്ക് അത്ര രീതിയിലൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല.
പക്ഷേ ഫൈനൽ വരുമ്പോൾ സമ്മർദ്ദം, ആ സമ്മർദ്ദമാണ് ഏറ്റവും നിർണായകം. ഇപ്പൊ ബോളർക്ക് സമ്മർദ്ദമുണ്ട്, ബാറ്റർമാർക്ക് അതിലും സമ്മർദ്ദമാണ്. അപ്പൊ അവിടെ ആണ് ഒരു ബോളറിന്റെ ഒരു മികവ് നമ്മൾ കാണേണ്ടത്. ലീഗ് മത്സരത്തിൽ എറിയുന്ന പോലെ അല്ല ഫൈനൽ വരുമ്പോൾ. ആ ഫൈനലിന്റെ പ്രതീതി ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ ആ ബുംറ എന്നുള്ള ബോളറിന്റെ ഇന്നത്തെ ആ ഒരു പെർഫോമൻസ്, അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതുവരെയുള്ള മത്സരങ്ങൾ നമ്മൾ മാറ്റി നിർത്താം. ബുംറ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളറായിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹം പരിക്ക് അദ്ദേഹത്തിനെ പലതവണ അലട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം പൂർണ്ണമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇന്നും അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിയുന്നു തന്നെ വിശ്വസിക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ശ്രീരംഗ, ഞാനൊരു ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഈ രാജ്യത്ത് ഇപ്പോൾ ആഘോഷങ്ങളുടെ സമയമാണ്, നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോഴൊക്കെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ അതിഗംഭീരമായിട്ട് പൂജകളും പ്രാർത്ഥനകളും ഒക്കെ എത്താറുണ്ട് ടീമിന് വേണ്ടി. ഇത്തവണയും അതിൽ മുടക്കമൊന്നുമില്ല. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂജകളിൽ ഇന്ത്യൻ താരങ്ങളുടെയും ഒക്കെ ഫോട്ടോയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൂജകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ടീമിന് എത്രമാത്രം ഈ ആരാധകർ പിന്തുണ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. ഇന്ത്യൻ ടീമിൻ്റെ ആരാധകർ അങ്ങനെ കാണാം. സൂര്യകുമാർ, ശുഭ്മാൻ ഗില്ലിനെയൊക്കെ ഫോട്ടോയൊക്കെ പൂജിക്കുന്നു. അവർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഇത് ഇന്ത്യയിലെ ഒരു കാഴ്ചയാണ്, സ്ഥിരം കാഴ്ചയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനുമാണോ ഏറ്റുമുട്ടുന്നത്, ഇത്തരം കാഴ്ചകൾ അത് സുലഭമാണ്, ഒരുപാട് നമുക്ക് കാണാനും കഴിയുമെന്നുള്ളതാണ്. നവരാത്രി ആഘോഷത്തിനിടെ ഇന്നൊരു ക്രിക്കറ്റ് ആഘോഷമായി ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് സ്ത്രീകളും ഉൾപ്പെടെ ആ ക്രിക്കറ്റ് ആരാധകരായി തന്നെ ഈ നവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ പൂജകളുമായി എത്തുന്നു. പ്രിയപ്പെട്ട താരങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ആരാധകരുള്ളൊരു രാജ്യം മറ്റൊന്നും ഉണ്ടാവില്ല ക്രിക്കറ്റിൽ, അതുറപ്പാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യൻ ടീം ഏറ്റവും ഒടുവിൽ ജയത്തോടുകൂടി തന്നെ തിരികെ കയറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. റൈറ്റ്. ശ്രീ രംഗനാഥൻ, എന്താണെങ്കിലും നമ്മൾ ഈ ഏഷ്യ കപ്പിന്റെ മത്സരങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്കറിയാവുന്നല്ലോ പിന്നീട് വിവാദങ്ങളൊക്കെ. ഇപ്പോൾ താങ്കൾ പോലും ആദ്യ മത്സരം ബഹിഷ്കരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ടി വി അത് കണ്ടില്ല. ഓക്കെ. അപ്പോൾ പിന്നീട് ഇപ്പോൾ ആ ഒരു ഫൈനലിലേക്ക് നമ്മൾ എത്തി. എന്താണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ടീമിനൊപ്പം നിൽക്കുന്നു. ഈ സ്റ്റേഡിയത്തിലും ആളുകൾ കുറവായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് ആരാധകരാൽ നിറയുന്ന ദുബായ് സ്റ്റേഡിയം ആയിരുന്നില്ല, സാധാരണ കാണുന്ന പോലെ ആയിരുന്നില്ല ഇത്തവണ ഏഷ്യ കപ്പിലെ പല മത്സരങ്ങളിലും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്ന 2 തവണയും അത്രമാത്രം കാണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യത്തെ മത്സരം ഇന്ത്യ കളിച്ചത് തന്നെ, എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ കളിക്കുന്നതിന് പൂർണ്ണമായിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ കളി വിജയിച്ചതിന് ശേഷം ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം, അത് അദ്ദേഹത്തിന് ഇപ്പം 30% ICC ഫൈനോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ പ്രചോദനം നമുക്ക് നൽകി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ മറുപടി നൽകാൻ സാധിക്കും, കളിക്കളത്തിലും ഉചിതമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ സാധിച്ചതിൽ എല്ലാവരും അഭിമാനിച്ചു. അപ്പൊ അതിനുശേഷം കാണികൾക്കും ആ ഒരു ആവേശം ഉൾക്കൊള്ളാൻ സാധിച്ചു. കാണികൾ ധാരാളം വന്നു തുടങ്ങി. ഇന്ത്യയുടെ മത്സരങ്ങൾ, പാകിസ്ഥാന്റെ പ്രത്യേകിച്ച് 2ാമത്തെ മത്സരങ്ങളിൽ ധാരാളം കാണികൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഫൈനൽ എന്നുള്ള പ്രതീതി വരുമ്പോൾ കാണികളുടെ പ്രസൻസ് കൂടുതലായിരിക്കും. എൽഡോ, ഒരു കാര്യം കൂടെ ഇന്ന് സൂചിപ്പിക്കാനുണ്ട്. കാരണം ഇന്ന് ട്രോഫി ഏറ്റവും വാങ്ങുന്നത് അതും ഒരു വിവാദത്തിലോട്ട് മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പൊ അതും കൂടെ ഇന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യ അത് വാങ്ങാതെ തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാന്റെ പ്രസിഡന്റിൽ നിന്ന് അത് വാങ്ങാതെ തറയിൽ വെച്ചിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ലംഘനമാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ ഒരു റൂളിലും പറഞ്ഞിട്ടുള്ള, വീണ്ടും പറയുന്നു, ഒരു റൂളിലും പറഞ്ഞിട്ടുള്ള ട്രോഫി കൈകൊണ്ട് മേടിക്കണമെന്ന്, ഹസ്തദാനം എന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റന് ഒരു ഫൈൻ നേരിടേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ നല്ലൊരു മത്സരം
അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മത്സരം പ്രതീക്ഷ. ഓക്കെ, ഇന്നത്തെ ഒരു മത്സരത്തിൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമർ ആരായിരിക്കും? അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്ത് താങ്കൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇനി പാകിസ്ഥാനിൽ അത്രയൊരു സാധ്യതയുണ്ടെങ്കിൽ ആരായിരിക്കും? അല്ല, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ എന്നുള്ള യുവ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലോസീവ് തുടക്കം അത് ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെയുള്ള ഒരു ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെ ആ ഒരു 90 ഡിഗ്രി ബാറ്റിംഗ് അതും കൂടെ ഒന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലൊരു ടോട്ടൽ ചേസ് ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്താനും സാധിക്കും. ശുഭ്മാൻ ഗിൽ എപ്പോഴും ഒരു ഗ്രാഫ്റ്ററാണ്. അതുകൊണ്ട് പിന്നീട് വരുന്ന തിലക് വർമ്മ ആയാലും സഞ്ജു വി സാംസൺ ആയാലും എല്ലാവർക്കും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും. ആ ബാറ്റിംഗ് ഡെപ്ത് ഇന്ത്യക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മ എന്നുള്ള ബാറ്ററിനും സൂര്യകുമാർ യാദവ് എല്ലാവരും ബാറ്റ് ചെയ്യും. അതുകൊണ്ട് അതിലൊരു പ്രതീക്ഷ നമുക്ക് മങ്ങുന്നില്ല. ബോളിങ്ങിലായാലും ബുംറയുടെ ഒരു തിരിച്ചുവരവ്, താങ്കൾ പറഞ്ഞതുപോലെ ഫൈനൽ ആ ഒരു ബുംറേനെ നമുക്ക് കാണാൻ സാധിക്കണം. അതാണ്. മറുവശത്ത് പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷയ്ക്കൊത്ത ഒരു പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല ഇവിടേക്ക്. പിന്നെ ഷാഹിൻ അഫ്രീദി എന്നുള്ള ആ ഫാസ്റ്റ് ബോളറിന്റെ ഒരു ബോളിംഗ് മികവ്, അത് ഒരു ഫയർ സ്പെൽ നമ്മൾ അഹമ്മദാബാദിലൊക്കെ കണ്ടതുപോലെ ഒരു ഫയർ സ്പെൽ അദ്ദേഹം പുറത്തെടുക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ബോളിംഗ് ആ മികവ് പുറത്തെടുക്കുക എന്നുള്ളത്, ഇന്ത്യൻ ബാറ്റർമാർ എങ്ങനെയാണ് നേരിടുക എന്നുള്ളത്, അവിടെ മാത്രമേ ഒരു പ്രതീക്ഷ പാകിസ്ഥാനിലുള്ളൂ. മറ്റതെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അവര് ഒരിക്കലും ഒരു പ്രതീക്ഷയ്ക്കൊത്ത അവരുടെ താരങ്ങൾ, ഇപ്പൊ ഫക്കർ സമാൻ ആയാലും ഇവരെല്ലാം മികച്ച താരങ്ങളാണ്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് മികവ് പുറത്തെടുക്കാൻ സാധിക്കണ്ട. അതാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും ഇന്നത്തെ ഫൈനലിൽ. അതുകൊണ്ട് വീണ്ടും ഒരു ഇന്ത്യൻ വിജയം, അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റൈറ്റ്, താങ്ക് യു സോ മച്ച് ശ്രീ പി രംഗനാഥൻ. ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചതിന്, ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ സാധ്യത, ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഒക്കെ പങ്കുവച്ചതിന്. എന്നാൽ നമ്മൾ ആവേശത്തോട് കാത്തിരിക്കുന്നു. ഉറപ്പായും നമ്മൾ ഇന്ത്യ ജയിക്കുമെന്ന് ആഗ്രഹിക്കാം. ഒരു 70-30 അതല്ലേ സാധ്യതയുള്ളൂ? 70 ഇന്ത്യക്ക്, 30 പാകിസ്ഥാൻ, അത്രയല്ലേ പറയാൻ പറ്റൂ? ക്രിക്കറ്റ് ഒരിക്കലും പ്രവചനം സാധ്യമല്ല. പക്ഷേ 90-10 എന്നുള്ള രീതിയിൽ വേണം ഇന്ത്യ പെർഫോം ചെയ്യാൻ. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതാണ്. അപ്പോൾ 90-10 എന്നുള്ള മട്ടിൽ തന്നെ ഇന്ത്യ മുന്നേറട്ടെ. സൂര്യകുമാർ യാദവ് ഇന്ന് കപ്പ് നിലനിന്നെടുക്കുമോ അതോ നേരെ കയ്യിൽ നിന്ന് വാങ്ങുമോ എന്നൊക്കെ കാത്തിരിക്കാം. അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക്. എന്തായാലും താങ്ക് യു സോ മച്ച് ശ്രീ പി രംഗനാഥൻ ഇത്ര നേരം പ്രതികരിച്ചതിന്. ഇനി ഈ ഏഷ്യ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നേരത്തെ ശ്രീ രംഗനാഥൻ സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാനിന്റെ ലീഡിംഗ് ബോളേഴ്സ് അത് ഓപ്പണിംഗ് സ്പെല്ലിലുള്ളവരാണ്. അത് ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫുമാണ്. 6 വിക്കറ്റ് വീതം 2 പേരും നേടിയിട്ടുണ്ട്. ക്ഷമിക്കണം, 9 വിക്കറ്റ് വീതം, അതായത് 18 വിക്കറ്റ്. ഈ ടൂർണമെന്റിൽ പാകിസ്ഥാൻ നേടിയതിൽ 18 വിക്കറ്റും അവരുടേതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് ഇന്ത്യയുടെ ഓപ്പണർമാർ 273 റൺസാണ് 6 മത്സരങ്ങൾ നേടിയത്. 45-ലേറെ ശരാശരിയിൽ. ഏറ്റവും മികച്ച കൂട്ടുകെട്ട് അത് 105 റൺസും. അതായത് ഈ 2 ഓപ്പണിംഗ് സ്പെൽ വേഴ്സസ് ഓപ്പണിംഗ് ബാറ്റർമാർ, അതായിരിക്കും ഈ മത്സരത്തിൽ നിർണായകമാകാൻ പോവുക എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അതായത് ഇന്ത്യയുടെ ബാറ്റർമാർ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഇതുവരെ നൽകിയ ഗംഭീര തുടക്കം അത് ഫൈനലിൽ ഉണ്ടാകണം. കാരണം ഓപ്പോസിറ്റ് അവിടെ പന്തെറിയുന്നത് ഷഹീൻ ഷാ അഫ്രീദിയും ഒപ്പം ഹാരിസ് റൌഫുമായിരിക്കും. അവരുടെ സ്പെല്ല് വേഴ്സസ് ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം, അതായിരിക്കും ഈ മത്സരത്തിലെ നിർണായകമായിട്ടുള്ള കാര്യം. പവർ പ്ലേയിൽ റൺ സ്കോർ ചെയ്യുക. ആ ഒറ്റ ലക്ഷ്യത്തിൽ ഇന്ത്യ മുന്നേറിയാൽ ഉറപ്പായും ആ ഏഷ്യ കിരീടം കൂടി ഇന്ത്യ ഇങ്ങ് കൊണ്ടുപോരും. ഇന്ത്യക്ക് പാകിസ്ഥാനെതിരായിട്ടുള്ള ആദ്യ ഫൈനലിൽ, ഏഷ്യ കപ്പിലെ ഫൈനലിൽ ഇന്ത്യക്ക് ജയം ഉറപ്പിക്കുകയും ചെയ്യാം. ഏഷ്യൻ ഗ്രാൻഡ് ഫിനാലെ പൂർണ്ണമാകുന്നു.